ബ്രേക്കിംഗ് ന്യൂസ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിൽ SBIക്ക് വീണ്ടും സുപ്രീം കോടതിയുടെ വിമർശനം. തെരഞ്ഞെടുത്ത വിവരങ്ങൾ മാത്രം പ്രസിദ്ധീകരിക്കാനാകില്ല. വിവരങ്ങൾ തരാൻ ആവശ്യപ്പെട്ടാൽ കയ്യിലുള്ള എല്ലാ വിവരങ്ങളും നൽകണമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. വിധി ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ പരാമർശം. വിധി അനുസരിക്കാനുള്ള ബാധ്യത SBI ചെയർമാനുണ്ട്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം, ഇപ്പോൾ നേരത്തെ തന്നെ സുപ്രീം കോടതി എല്ലാ വിവരങ്ങളും നൽകണമെന്ന് ആവശ്യപ്പെട്ടതാണ്. ഇന്നിപ്പോൾ വീണ്ടും ഈ കേസ് പരിഗണിച്ചപ്പോൾ വിമർശനം ഉന്നയിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്? കേന്ദ്ര സർക്കാരിനും BJPയും പ്രതിക്കൂട്ടിലായ തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിലാണ് SBIക്കെതിരെ ഇപ്പോൾ സുപ്രീം കോടതി വീണ്ടും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അഞ്ചംഗ ബെഞ്ചാണ്. ചീഫ് ജസ്റ്റിസ് ഡോക്ടർ DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ചിന്റേതാണ് വിമർശനം. ഇതിന്മേൽ വാദം തുടങ്ങിയപ്പോൾ തന്നെ SBI വിധി ഫെബ്രുവരി 15 അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഓർമ്മിപ്പിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ചെയ്തത്. എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തണം എന്നാണ് വിധി എന്ന് ചീഫ് ജസ്റ്റിസ് SBI ഓർമ്മിപ്പിച്ചു. എന്തുകൊണ്ടാണ് SBI എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്താത്തത് എന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചോദിക്കുകയും ചെയ്തു. ഭരണഘടനാ ബെഞ്ചിന്റെ വിധി അനുസരിക്കാനുള്ള ബാധ്യത SBIക്കുണ്ട്. ഒപ്പം തെരഞ്ഞെടുത്ത വിവരങ്ങൾ മാത്രം പ്രസിദ്ധീകരിക്കാനാവില്ല. SBIക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വിവരങ്ങളല്ല പ്രസിദ്ധീകരിക്കേണ്ടത്. എല്ലാ വിവരങ്ങളും പ്രസിദ്ധീകരിക്കണം എന്നാണ് വിധി. അതുകൊണ്ട് തന്നെ എല്ലാ വിവരങ്ങളും പ്രസിദ്ധീകരിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. കോടതി ഓരോന്നായി പറയൂ, ആ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാം എന്ന നിലപാട് ശരിയല്ല എന്നുമാണ് SBIക്കെതിരെ ഉന്നയിച്ച വിമർശനം. എല്ലാ വിവരങ്ങളും എന്നാൽ കയ്യിലുള്ള എല്ലാ വിവരങ്ങളും എന്നാണ് എന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. സീരിയൽ നമ്പർ SBI എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്നാണ്. അതായത് ഇതിന്റെ ബോണ്ടിന്റെ ഓരോ സീരിയൽ നമ്പർ വെളിപ്പെടുത്തുന്നതിന് കഴിയില്ല എന്ന കാര്യമാണ് SBI ഇന്നും സുപ്രീം കോടതിയിൽ വിശദീകരിക്കാൻ ശ്രമിച്ചത്. SBIക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് സുപ്രീം കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെയുമാണ്. അതിൽ പറഞ്ഞത് ഈ സാങ്കേതികമായ കാരണങ്ങളാണ് SBI സുപ്രീം കോടതിയിൽ പറഞ്ഞത്. അതിൽ സുപ്രീം കോടതി തിരിച്ചു ഉന്നയിച്ച ചോദ്യം സീരിയൽ നമ്പർ SBI തിരിച്ചറിയുന്നത് എങ്ങനെയാണ് എന്നാണ്. അതായത് ഒരു ദാതാവ് സംഭാവന നൽകാനുള്ള ഒരാൾ ഒരു തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങുമ്പോൾ അദ്ദേഹം നൽകിയ ബോണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി അത് 15 ദിവസത്തിനുള്ളിൽ പണമാക്കി മാറ്റാൻ വേണ്ടി വരുന്നു. ഈ പണമാക്കി മാറ്റാൻ വേണ്ടി വരുമ്പോൾ ആ സീരിയൽ നമ്പർ എങ്ങനെയാണ് SBI തിരിച്ചറിയുന്നത്? ഇതിന് എന്ത് സാങ്കേതിക വിദ്യയാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നു. മാത്രമല്ല, ഇങ്ങനെ വരുമ്പോൾ സീരിയൽ നമ്പർ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഓരോന്നായി വെളിപ്പെടുത്താം എന്ന നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇതിൽ ഏതൊക്കെ വിവരങ്ങളാണ് ഇനി SBI നൽകാനുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊക്കെ പാർട്ടികൾക്ക് ആരൊക്കെ പണം നൽകി എന്ന വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതല്ലേ? വിനിത വേണു സൂചിപ്പിച്ചത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഭാഗം. ഈ വിവരങ്ങളാണ് ഇനി പുറത്തു വിടാനുള്ളത്. അതായത് ഒന്നാമത്തേത് സീരിയൽ നമ്പർ. ഈ സീരിയൽ നമ്പർ അനുസരിച്ച് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഈ ബോണ്ട് പണമാക്കി മാറ്റിയത്, ഒപ്പം അതിന്റെ തുകയും, ഈ 3 വിവരങ്ങളാണ് ഇനി പുറത്തു വിടേണ്ടത്. ഈ 3 വിവരങ്ങളിലാണ് കൃത്യമായ വിവരങ്ങൾ SBI പുറത്തുവിടാത്തത്. അതിന്മേലാണ് സുപ്രീം കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നതും. സുപ്രീം കോടതി ഒരു ഘട്ടത്തിൽ ചോദിച്ചത് സീരിയൽ നമ്പർ അറിയാതെയാണ് നിങ്ങൾ ബോണ്ടുകൾ കൈമാറുന്നതെങ്കിൽ അതിന്മേൽ വ്യാജ ബോണ്ടുകൾക്ക് വരെ സാധ്യതയുണ്ടല്ലോ എന്നൊരു വിമർശനവും സുപ്രീം കോടതി ഉന്നയിക്കുകയും ചെയ്തു. SBI ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം നൽകണം എന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നൽകിയ നിർദ്ദേശവും. വിവരങ്ങൾ മറച്ചുവെച്ചിട്ടില്ല എന്ന സത്യവാങ്മൂലമാണ് SBI നൽകേണ്ടത്. ചീഫ് ജസ്റ്റിസ് ഡോക്ടർ DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5 ഭരണഘടനാ ബെഞ്ച് ഇപ്പോഴും ഈ ഹർജികൾ പരിഗണിക്കുകയാണ്. ഈ ഹർജികളിന്മേൽ വ്യവസായ സംഘടനകൾ, അസോചാം ഉൾപ്പെടെയുള്ള വ്യവസായ സംഘടനകളും കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. CPIM, അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ഉൾപ്പെടെയുള്ള ഹർജിക്കാർ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയും സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്.